ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബിരിയാണി പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു പാസ്തയാണ് ഇത്. അപ്പോൾ ഈ മസാല പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കണം. അതിനായിട്ടാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഈ ടൈപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മക്രോണിയോ അല്ലെങ്കിൽ പെനെ പാസ്തയോ ഒക്കെ എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് പാസ്ത ഒന്ന് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാസ്തയൊക്കെ ഇവിടെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പാസ്തയൊക്കെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല പച്ചവെള്ളം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു ടീസ്പൂൺ ഓയിലും കൂടിയും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാസ്ത തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാനും നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ സൺഫ്ലവർ ഓയിലാനും എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ഞാനിവിടെ ഒരു 1.5 സവാള കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് വാടി വരട്ടെ. സവാള ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറണ വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കുറച്ച് പുതിനയുടെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ട് ഒന്ന് വെന്തുടയണ വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ ടൊമാറ്റോ സോസോ കുരുമുളക് പൊടിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മസാല ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ടിട്ട് ഈ മസാല എല്ലാ ഭാഗത്തും വരുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഈ മസാല പാസ്ത ചെറിയൊരു മോയ്സ്ചറോട് കൂടിയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മസാല പാസ്ത അല്ലെങ്കിൽ ബിരിയാണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി പാസ്തയാണ് ഇത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.